കഥകൾ കേട്ടിട്ട് അക്ബർ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റാർ സിംഗർ തുടങ്ങുമ്പോഴും ഞാൻ അക്ബറിനോട് ഇങ്ങനെ സംസാരിച്ചിരുന്നുമില്ല. പെട്ടെന്നൊരു ദിവസം പാടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറിയായിരുന്നു. അപ്പം ഇതിന്റെ ഇടയിൽ അക്ബറിന്റെ ഡേറ്റ് ഇഷ്യൂസ് കുറെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ആർക്കും കൊടുക്കാത്ത ഇളവുകൾ ഞാൻ അക്ബറിന് കൊടുക്കുന്നു എന്നതിന്റെ പേരിൽ ഞാൻ കുറെ പഴി കേട്ടിട്ടുണ്ട്. ഇനിയും ഞാൻ പഴി കേൾക്കുമെന്നറിയാം, കാരണം ഇവൻ നന്നാവുമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയും ഞാൻ പഴി കേൾക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇവൻ കൂടെ ഉണ്ടാകുന്ന ഒരു ധൈര്യമാണ്, ഒരു സന്തോഷമാണ്. അപ്പം സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ അക്ബറിന്റെ സ്വന്തം സർഗോ സാറ്. നിങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അക്ബറിനെ ഫേവർ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നത് ആര് എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പോഴേ അതിന് തെളിവും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ബിഗ് ബോസ് വീടിനുള്ളിൽ സാധാരണ ഒരു ക്യാപ്റ്റനെ ഉണ്ടാവാറുള്ളൂ. ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ 3 ക്യാപ്റ്റന്മാര്. ഇന്നേ വരെ സംഭവിക്കാത്ത ഒരു മഹാത്ഭുതം എന്നോണം ബിഗ് ബോസ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇന്ന് 3 പേർക്ക് മത്സരമൊന്നുമില്ല, 3 പേരെയും ക്യാപ്റ്റന്മാരായി നിയമിക്കുന്നു എന്നുള്ളത്. അത് അക്ബറിനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? അക്ബറോട് പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമായി, എനിക്ക് ക്യാപ്റ്റൻ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തുള്ളിച്ചാടലായിരുന്നു ആര്യൻ, നെവിൻ, അക്ബർ. അതായത് ആ ബിഗ് ബോസ് വീടിനുള്ളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആര്യൻ, നെവിൻ, അക്ബർ എന്ന് പറയുന്നത്. ഈ 3 പേരും ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാവോ? എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും അക്ബറിനോട് ഇത്രയും സ്നേഹമുള്ള നമ്മുടെ ഡയറക്ടർ സാറ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ അക്ബറിനെ വെളുപ്പിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ കാണാനായിട്ട് ഇടയായത്. ഈ പറയുന്ന വ്യക്തിക്ക് വർഷങ്ങളായിട്ട് അക്ബറുമായിട്ടുള്ള ബന്ധമാണ്. എവിടെ സി കേരളത്തിലും ഏഷ്യനെറ്റിലും ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് എവിടെയൊക്കെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, അതായത് ഏതൊക്കെ പരിപാടികളിൽ അവിടെയെല്ലാം അക്ബറുണ്ട്, അക്ബറിന് പ്രൈസും ഉണ്ട്. അതാണ് അവിടുത്തെ നിയമെന്നും തോന്നുന്നു. അതുമാത്രമല്ല, ഈ വ്യക്തി തന്നെ സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ട്, എനിക്ക് അക്ബറിനെ അത്രയ്ക്കും ഇഷ്ടമാണ് എന്നൊരു കാര്യം ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന അക്ബർ ഇരുന്ന് സംസാരിക്കുന്ന മറ്റൊരു ഇന്റർവ്യൂല് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അന്നേ അറിയാലോ സർഗോ സാർ എങ്ങനെയെങ്കിലും ഒരു ടീച്ചറാക്കും. അതായത് കേട്ടില്ലേ, സർഗോ സാർ അവനെ എവിടെയെങ്കിലും അങ്ങനെ എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് കൂടെയുള്ള മത്സരാർത്ഥി തന്നെയാണ് അക്ബറിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ടാന്ന് തോന്നുന്നു. അതായത് സരിഗമപാലും മൈലാഞ്ചിയിലും എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അക്ബർ ഉണ്ടായിരുന്നു. അക്ബറിന് പ്രൈസും ഈ പറയുന്ന വ്യക്തി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ വിടാനായിട്ട് പറ്റുമോ? അപ്പൊ ബിഗ് ബോസിന്റെ കപ്പ് എന്ന് തന്നെയാണ് അക്ബറിന്റെ ലക്ഷ്യം. അക്ബറിനെ കപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസും ലക്ഷ്യമാക്കി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അതങ്ങ് പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അക്ബറിന്റെ ഉമ്മയുടെ ഫോൺ കോൾ മുതൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിട്ട് അധികം ദിവസം പോലും തികയാത്ത സമയത്താണ് അക്ബറിന്റെ ഉമ്മ വിളിച്ച് അക്ബറിനെ അടുത്ത് സംസാരിക്കുന്നത്. വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട് ആ കൺസിഡറേഷൻ? നിങ്ങളൊന്ന് പറ, വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട് ഈ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഈ അക്ബറിനെ കിട്ടിയിട്ടുള്ള പോലത്തെ കൺസിഡറേഷൻ വേറെ ഏതെങ്കിലും മത്സരാർത്ഥി കിട്ടിയതായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? ആകപ്പാട് കൂടി ഒനീലിന്റെ അമ്മ മാത്രമാണ് ആ ഒരു വിഷയം വന്ന സമയത്ത് വീക്കെൻഡ് എപ്പിസോഡിൽ ഒനീലിന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച ഏക ഒരു വ്യക്തി എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഒരു ആളുടെ അടുത്തും അങ്ങനെ ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അക്ബറിനെ വെളുപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആ വീട്ടില് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള മറ്റു മത്സരാർത്ഥികൾ, അതായത് അനുമോള്, അനീഷ്, ഈ 2 പേരെയും വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് മാക്സിമം നെഗറ്റീവ് ആക്കാനും ഈ പറയുന്ന ഡയറക്ടർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് തോന്നിയിട്ടില്ലേ? നിങ്ങൾ തന്നെ പറ. അക്ബറിനെ വെളുപ്പിക്കുമ്പോൾ ഇവരെ നെഗറ്റീവ് ആക്കിയാലല്ലേ അക്ബർ വെളുക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് അക്ബറിനെ മാത്രമല്ല അക്ബറിന്റെ കൂടെ നിൽക്കുന്നവരെയും വെളുപ്പിക്കാനുള്ള ശ്രമമുണ്ട് ഇപ്പൊ ആര്യനെയും നെവിനെയും. അത് മാത്രമല്ല, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അക്ബറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ നിന്നിരുന്നത് തുടക്കകാലത്ത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്തിനെ തൂക്കിയെടുത്ത് അങ്ങ് വെളിയിൽ എറിഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണ്? അപ്പാനി കൂടെ നിൽക്കുന്ന സമയത്ത് അക്ബറിന് അത്രയും നെഗറ്റീവ് ആയിരുന്നു. അപ്പാനി പോയതിനു ശേഷമാണ് പിന്നെ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അക്ബറിനെ നെഗറ്റീവ് ആവും എന്ന് തോന്നിയ സമയത്ത് നമ്മുടെ അപ്പാനി ശരത്തിനെ എടുത്ത് അങ്ങ് പുറത്തേക്ക് തൂക്കി വെളിയിൽ എറിഞ്ഞു കളഞ്ഞു. ഇപ്പൊ പിന്നെ ആര്യനും നെവിനും അക്ബറിനെ അവിടെ കൂട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ അങ്ങ് എടുത്ത് പുറത്തേക്ക് കളയാൻ അത്ര എളുപ്പമല്ല. കളഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അക്ബർ അവിടെ ഒറ്റപ്പെടും എന്നുള്ളത് കൊണ്ട് അക്ബറിനെ സപ്പോർട്ടിംഗ് ആയിട്ട് അക്ബറിന്റെ ഗ്രൂപ്പിലുള്ള 2 പേരായിട്ട് അവിടെ വെച്ചിട്ടുള്ളതാണ് നെവിനെയും ആര്യയെയും. ഇവരെ 3 പേരെയും ഫേവർ ചെയ്തുകൊണ്ടാണ്
വീക്കെൻഡ് എപ്പിസോഡുകൾ മുഴുവൻ പോകുന്നത്. നിങ്ങളും തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. കഴിഞ്ഞ ദിവസത്തെ 2 ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2 പേരെ ഫേവർ ചെയ്തുകൊണ്ടാണ് 2 പേരല്ല 3 പേര്, അക്ബർ അടക്കം 3 പേര്, ഈ 3 പേരെ ഫേവർ ചെയ്തുകൊണ്ടാണ് അവിടെ വീക്കെൻഡ് എപ്പിസോഡുകൾ നടക്കുന്നത്. ഇതിലിപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു സംശയമില്ലാന്ന്. ഇത് മാത്രമല്ല, അക്ബറിന്റെ ഒരു പാട്ടിന്റെ എന്തോ ഒരു പ്രോഗ്രാമിന്റെ ഇത് വലിയൊരു ഫംഗ്ഷൻ ആയിട്ട് പുറത്തു വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഡോക്ടർ റോബിനും കഴിഞ്ഞ വർഷത്തെ വിജയും അങ്ങനെ ശോഭ അങ്ങനെ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വർഷം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും എല്ലാവരും ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അക്ബർ വിജയിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഡയലോഗും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സ്റ്റേജിൽ കയറി എല്ലാവരും ഉണ്ടായിരുന്നു. ഇതുവരെ ഔട്ടായിട്ടുള്ള നമ്മുടെ എനിക്ക് പേരുകൾ കിട്ടുന്നില്ല, അതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ആരും പേര് കിട്ടാത്ത പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാ മത്സരാർത്ഥികളും അവിടെ ഒരുവിധം പേരൊക്കെ നമ്മൾ ആ സ്റ്റേജ് ഷോയിൽ പങ്കെടുത്തതായിട്ട് ഞാൻ കണ്ടു. എല്ലാവരും വന്ന് അക്ബറിനെ അവിടെ ഇതാക്കുന്നുണ്ടായിരുന്നു. അക്ബറിന്റെ വൈഫും ഉമ്മയുമാണ് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് അവിടെ സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അക്ബറിന് വേണ്ടിയിട്ട് പുറത്തും അകത്തും ഒക്കെ നിന്ന് ഭയങ്കരമായ കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തു നിന്നുള്ള കളികൾ ഇത്, അകത്തു നിന്നുള്ള കളി അതിലും വലിയ കളി. ഇത് മാത്രമല്ല, പുറത്തിറങ്ങിയ മത്സരാർത്ഥികളുടെ അടുത്ത് നിങ്ങൾ ആരുടെ അടുത്ത് വേണമെങ്കിൽ ചോദിച്ചു, മിക്കവരും പറയുന്ന ഒരു പേരാണ് അക്ബർ കപ്പെടുക്കണമെന്ന്. അക്ബർക്ക് അല്ലെങ്കിൽ പിന്നെ പറയുന്ന ഒരു പേര് നെവിന്റെ പേരാണ്. നെവിൻ അല്ലെങ്കിൽ അക്ബറിനോട് താല്പര്യമില്ലാത്ത ചിലരുണ്ടെന്ന് തോന്നുന്നു, അവരാണ് നെവിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അക്ബറിനെ കപ്പ് കിട്ടണം, അല്ലെങ്കിൽ നെവിനെ കപ്പ് കിട്ടണം എന്നാണ് ഒട്ടുമിക്ക പേരും പറയുന്നത്. അല്ലാതെ വളരെ 1-2 പേരെങ്ങാനും ജസ്റ്റ് അനീഷിന്റെ പേര് പറഞ്ഞാലേ ഉള്ളൂ. അനുമോളുടെ പേര് ഒരാൾ പോലും പറയില്ല. കാരണം എന്തോ ഒരു അസൂയും കുശുമ്പും കുനിഷ്ടും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. അപ്പോൾ അനുമോളുടെ പേര് ഇന്ന് വരെ ഒരാൾ പോലും പറഞ്ഞത് കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ അവർക്ക് അനുമോൾക്ക് യോഗ്യതയില്ല എന്നുള്ളൊരു തോന്നലാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ കപ്പെടുക്കാനുള്ള യോഗ്യത അനുമോൾക്കുമുണ്ട്. അനീഷിനെ കപ്പെടുക്കാനുള്ള യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അനുമോൾക്കുമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ തന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആ വീട്ടിലത്തെ ഈ 2 പേരുടെ പേരിലാണ് സീസൺ 7 അറിയപ്പെട്ടിട്ടുള്ളത് പോലും. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്കും കപ്പെടുക്കാനുള്ള യോഗ്യതയുണ്ട്. അതിൽ അനുവിന് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് അവിടെ പറയുന്നത് അനുമോൾക്ക് PR ആണ്, PR വെച്ചുകൊണ്ടാണെന്ന്. ഇവർക്ക് ആർക്കാണ് PR ഇല്ലാത്തത്? പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഏതൊക്കെ മത്സരാർത്ഥികൾക്ക് PR ഇല്ലാത്തതുണ്ട്? നിങ്ങൾ തന്നെ പറ, ആർക്കാണ് PR ഇല്ലാത്തത്? എല്ലാവർക്കും PR ഉണ്ട്. അനുമോൾ അത് സത്യമായിട്ട് തുറന്നു പറഞ്ഞു, സത്യസന്ധമായിട്ട്. അപ്പൊ പിന്നെ അനുമോളല്ല അതിൽ കൂട്ടത്തിൽ ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ PR ഇല്ലാത്തവരാരുമില്ല. ഈ പറയുന്ന അക്ബറിനടക്കം PR ഉണ്ട്. PR-ഉം ടീംസും ചേർന്നാണ് പുറത്തുള്ള പ്രോഗ്രാമുകൾ, പുറത്തുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അകത്ത് അക്ബറിന്റെ സ്വന്തം, അക്കുവിന്റെ സ്വന്തം ആള് അവിടെ നിന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇന്നത്തെ ക്യാപ്റ്റൻസിയുടെ കാര്യമാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം. ആകെ വീട്ടിൽ 9 മത്സരാർത്ഥികളാണുള്ളത്. ആ 9 പേരില് 3 പേര് ക്യാപ്റ്റന്മാരുന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, 3 പേര് ക്യാപ്റ്റന്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. അക്ബറിനെ ക്യാപ്റ്റൻ ആക്കാനല്ലേ ഈ സൂത്രപ്പണി ബിഗ് ബോസ് ടീം നടത്തിയത്? എന്നിട്ട് പിന്നെ ഒരു കാര്യം, ഈ വീക്ക് ആരും തന്നെ ക്യാപ്റ്റന്മാരെ നോമിനേഷൻ ഫ്രീ ആവില്ല എന്നൊരു കാര്യം അവിടെ ബിഗ് ബോസ് പറഞ്ഞു. ആ സമയത്ത് അവിടെ അനുമോളൊക്കെ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം 3 പേരെയും കൂടി ക്യാപ്റ്റൻ ആക്കിയ സമയത്ത് അവിടെ ഇവരെല്ലാവരും ചിരിക്കുന്ന സമയത്ത് അനുമോൾക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അനുമോൾ അത് തമാശ രീതിയിൽ അവിടെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ചെയ്തത് ശരിയല്ല, ഇവരെ കൊണ്ട് ടാസ്ക് പോലും കളിപ്പിക്കാതെ 3 പേരെയും ക്യാപ്റ്റൻ ആക്കിയത് ശരിയല്ലാട്ട ബിഗ് ബോസ്, ഇത് അവരോട് കാണിക്കുന്ന ഫേവറിറ്റ്സ് ആണെന്ന് തമാശ രീതിയിലെങ്കിലും അവിടെ ചോദ്യം ചെയ്ത ഒരാൾ അനുമോള് മാത്രമായിരുന്നു. ആ ചോദ്യം ചെയ്യാനുള്ള ഗഡ്സ് കാണിച്ചത്. തമാശക്കാണെങ്കിൽ പോലും പറഞ്ഞത് സീരിയസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ആകപ്പാട് കൂടി ചെയ്തൊരു കാര്യം പറയുന്നത് നോമിനേഷൻ ഫ്രീ എന്നൊരു കാര്യം ഇല്ല എന്നൊരു കാര്യം അവിടെ അനൗൺസ് ചെയ്തു. അത് മാത്രമാണ്. അതിപ്പോ എന്തായാലും ലാസ്റ്റത്തെ 2 വീക്കാണ് ആർക്കും നോമിനേഷൻ ഫ്രീ കൊടുക്കാറില്ല. മുമ്പത്തെ സീസണുകളിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ലാസ്റ്റ് വരുന്ന സമയത്ത് നോമിനേഷൻ ഫ്രീ കൊടുക്കാറില്ല ആർക്കും തന്നെ. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ നടന്നത്. അപ്പൊ അക്ബറിനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബിഗ് ബോസ് ടീമിന്റെ തന്ത്രം, അതായത് ഒരാളെ പറഞ്ഞാൽ മതി, അതിന്റെ ഡയറക്ടറുടെ തന്ത്രം ഇപ്പൊ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്ബറിനെ വെളുപ്പിച്ച് കുട്ടപ്പനാക്കാനുള്ള ശ്രമം, അക്ബറിനെ അവസാനം ക്യാപ്റ്റൻ ആക്കാനുള്ള ശ്രമത്തിന് ഇനി എങ്ങാനും അക്ബറിനെ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അതങ്ങ് 3 പേർക്ക് അങ്ങ് കൊടുത്ത് അങ്ങനെ അതും സാധിച്ചെടുത്തു. എന്തായാലും കൊള്ളാം ബിഗ് ബോസെ, കൊള്ളാം ഡയറക്ടറെ. സ്നേഹമൊക്കെ കൊള്ളാം, ഫ്രണ്ട്ഷിപ്പും കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ അക്ബറിനോട് ഒരു പ്രത്യേക സ്നേഹം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്റെ സർഗോ സാറെ. എന്തായാലും സർഗോ സാർ കാണിച്ചു കൂട്ടുന്നൊക്കെ കൊള്ളാം. പക്ഷെ പുറത്തിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും പൊട്ടന്മാരല്ല എന്നൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫേവറിസം കാണുന്ന സമയത്ത് മനസ്സിലാക്കാനും തിരിച്ചറിയാനുള്ള കഴിവ് പുറത്തിരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഉണ്ട്. ഇവിടെ അക്ബറിന്റെ അടുത്ത് നിങ്ങൾ ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും കാണിക്കുന്ന ആ തരം തിരിവ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ അക്ബറിനേക്കാളും അത്രയും വലിയ തെറ്റ് ചെയ്തവരൊന്നും അവിടെ ഇല്ല. അക്ബറൊക്കെ തുടക്കത്തെ കാലത്ത് എന്തൊക്കെ തോന്നിവാസങ്ങൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അക്ബറിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അക്ബറിന് വേണ്ടി മാത്രം പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിനേറെ പറയുന്നു, കാറിൽ കൊണ്ടുപോകുന്ന ഇന്നലത്തെ സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനായിരുന്നു അങ്ങനെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തത്? കാറില് അക്ബറിനെ കൊണ്ടുപോയ സമയത്ത് അക്ബറിന് വേണ്ട നിർദ്ദേശങ്ങൾ ആ കാറിലിരുന്ന് കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റൂ? എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയൊന്നും ഒരു രഹസ്യങ്ങളും അക്ബറിന് പറഞ്ഞു കൊടുത്തിട്ടില്ല, ഒരു രഹസ്യങ്ങളും ചോർത്തിയിട്ടില്ല എന്നൊന്നും പറയാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അക്ബറിനെ എന്തെങ്കിലും രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാനും പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒരു ക്ലൂ കൊടുക്കാനും അവിടെ ശ്രമിച്ചിട്ടുണ്ടാകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടുത്തു എന്നും കൊടുത്തില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് വാദിക്കാനായിട്ട് പറ്റില്ല, നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അക്ബറിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മുഴുവൻ ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം അക്ബറിന് അവിടെ ക്ലൂ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്? ഇനി അക്ബറിന് ഒരു കപ്പ് എന്നുള്ളത് നേരെ തന്നെ കപ്പ് എടുത്ത് കൊടുത്ത് അതങ്ങ് അവസാനിപ്പിക്കോ, അതോ വോട്ടിങ്ങിലൂടെ ഒരാളെ തെരഞ്ഞെടുക്കോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. അതിനു മുമ്പ് ഇനി അനുമോളെയും മനീഷിനെയൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയോ, എന്താണ് ഉദ്ദേശം എന്നറിയില്ല. അക്ബറിന് ഒരു കപ്പ് എന്ന സീസൺ 7 ബിഗ് ബോസ് സീസൺ 7 തുടർന്ന് എപ്പിസോഡുകൾ നമുക്ക് കണ്ടിട്ട് അത് തീരുമാനിക്കേണ്ടി വരും. അക്ബറിന് ഒരു കപ്പാണോ അതോ ബിഗ് ബോസ് സീസൺ 7 എന്നുള്ളത് മറ്റൊരാൾക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.